and motivation to the students. Now we have moved to felicitation speech, which is done by C.A. Aslam Sir. I welcome C.A. Aslam Sir for delivering the felicitation speech in front of our students. Please come, sir. ഹായ് ആദ്യമേ എല്ലാവർക്കും വലിയൊരു കൺഗ്രാറ്റ്സ് നിങ്ങൾ അച്ചീവ് ചെയ്ത സംഭവം ചെറിയ മൈൽ സ്റ്റോൺ ഒന്നല്ല. പിന്നെ ഇതുപോലത്തെ ഒരു കോൺവെക്കേഷൻ സെറമണി കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിനായാലും അവർക്കൊരു വലിയ ഷൗട്ട് ഔട്ട്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വളരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് പഠിക്കുമ്പോൾ മടുത്തു എന്ന് തോന്നുന്ന ടൈമിൽ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ആലോചിച്ചിട്ടും പാരൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഗൗൺ ഇട്ട് ട്രോഫി അടിക്കുന്ന കാലം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ആവും പഠിക്കുന്ന സമയത്ത് മടുക്കുമ്പോൾ അല്ലേ. അതെ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. നീ പാസ്സായി നിൽക്കോളാം ആ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ ഷൗട്ട് ഔട്ട്. പിന്നെ എന്നെ പറഞ്ഞല്ലോ, ഞാൻ C.A. അസ്ലം 2022 മെയ്യിലാണ് ഞാൻ ക്വാളിഫൈ ആയത്. അതിനുശേഷം ഞാൻ KPMG വർക്ക് ചെയ്യായിരുന്നു, കൊച്ചിയിൽ തന്നെ ഒരു 1.5 ഇയർ. എനിക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ അതെനിക്ക് ഭയങ്കര ക്രേസ് അല്ലെങ്കിൽ എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഞാനത് CA പഠിക്കുന്ന സമയത്തും ഞാൻ അതിന് വേണ്ടി കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ടാക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രാക്ടീസ് റിലേറ്റഡ് ഒന്നല്ല, നോൺ CA റിലേറ്റഡ് ആണ്. ഈ ഡാൻസ് ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടന്റ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കത് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ CA നമുക്കറിയാം പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ടഫ് ജോബ് തന്നെയായിരുന്നു. ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ കാര്യമായിട്ട് പറ്റിയില്ല. അപ്പോൾ CA പാസ്സായതിനു ശേഷം എനിക്ക് കുറച്ച് ഫണ്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജോബിന് കയറി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ജോബിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ടീച്ചിങ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ്. അപ്പോൾ അതും സോഷ്യൽ മീഡിയ ഒക്കെ കൂടിയിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, എന്നാലും ചെറിയ പ്രോഗ്രസ് ഇങ്ങനെ പോകണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്കൊക്കെ എന്നെ അറിയുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ലത്തീഫിനാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെ. കാരണം ഇന്നൊരു ഗസ്റ്റായിട്ട് വിളിക്കുക പറഞ്ഞത് ഇതൊക്കെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഗസ്റ്റായിട്ട് ഞാൻ ഒരു പരിപാടിക്ക് പോകുന്നത്, ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുന്നിൽ സംസാരിക്കുന്നത്. അപ്പോൾ ലത്തീഫ് പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ 2 വാക്ക് സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലൊരു ചെറിയ ടെൻഷൻ ഉണ്ട്, പക്ഷെ പുറത്ത് കാണാതിരിക്കാൻ നോക്കിയാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് 2 രീതിയിൽ കിട്ടും. ഒന്ന് നമുക്ക് ഗൂഗിൾ യൂട്യൂബൊക്കെ നോക്കി കിട്ടും, നല്ല സ്പീഡിലുള്ള ഷോർട്സ് അതൊക്കെ കണ്ടിട്ട് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഒരാൾ ഞാൻ CA ഫൈനൽ അല്ലെങ്കിൽ CA എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല അവിടെ പറയുന്നത്. ഇപ്പോൾ പല ആൾക്കാർക്കും പല ഡ്രീം ആയിരിക്കും. ഇപ്പോൾ ഇതിലുള്ള പല ആൾക്കാരും CA കഴിഞ്ഞിട്ട് വലിയ ഡ്രീം അവർക്ക് ഉണ്ടാകുമ്പോൾ അവരുടെ വലിയൊരു പ്ലാനിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമായിരിക്കും ഈ CA എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഒരു അയാളുടെ ഡ്രീം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുക, അയാൾക്കറിയാം അയാൾക്കത് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്കത് എത്തുമോ എന്ന് ഭയങ്കര ഡൗട്ടായിരിക്കുക. പക്ഷെ അയാൾക്ക് അയാളുടെ ആഗ്രഹം കൊണ്ട് ആ സംഭവത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ടും വർക്ക് ഇട്ടിട്ട്, പക്ഷെ അയാളുടെ ചുറ്റുള്ള ആൾക്കാർ നിന്നെക്കൊണ്ട് കഴിയില്ല പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അതിനൊന്നും വക വെക്കാതെ അയാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മുഖത്തുള്ള പുഞ്ചിരി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഒരു റിസൾട്ട് വരുന്ന പോയിന്റ് വരും. അതിൽ ഫെയിലിയർ ആയിരിക്കെ ആ ഫെയിലിയർ ആവുന്ന സമയത്ത് നമുക്ക് കുഴിയിൽ നിന്ന് പടുകുഴിയിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുമോ, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നേരിടുന്നോ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അതിൽ തിരിച്ചറിയും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ റോൾ മോഡൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ ജീവിതം തന്നെയാണ്. ഞാൻ അനുഭവിച്ച പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ്, ഞാൻ അനുഭവിച്ച സ്ട്രഗിളാണ്, എനിക്ക് കിട്ടിയ ഇൻസൾട്ടാണ്. നമ്മൾ സിനിമയിൽ പറയും ഇൻസൾട്ടാണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയ ട്രൂത്ത്ഫുൾ വേർഡ് തന്നെയാണ്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങാൻ പറഞ്ഞാലും കൂടുതൽ ആൾക്കാർക്ക് ഒരു പുച്ഛം ഉണ്ടാവുക. കാരണം അതിലൊരു എസ്റ്റാബ്ലിഷ്ഡ് ലെവലാവണ വരെ എല്ലാവർക്കും ഇവനെക്കൊണ്ട് ഇതൊക്കെ കഴിയുമെന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് അതന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ഒരു പാഠം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ക്രേസ് ഉള്ള ആളാണ്. അപ്പോൾ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കോൺവെക്കേഷൻ സംഭവമൊന്നുമില്ല. ആകെ ഒരു കോൺവെക്കേഷൻ പറയുന്നത് ICI കണ്ടക്ട് ചെയ്യുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള കോൺവെക്കേഷനാണ്. അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നല്ല ഉണ്ടാവുക. എനിക്കത് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഒരു 600 സ്റ്റുഡൻസ് അറൗണ്ട് ഉണ്ടാവും, പിന്നെ അവരുടെ പാരൻസ് നമ്മളൊക്കെ. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ ക്രേസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ എനിക്കിത്തിരി ഇതിൽ വൈറൽ സാധനങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് സോഷ്യൽ മീഡിയ ആവാന്ന് പറയുമ്പോൾ നമുക്കൊരു വീഡിയോ വൈറലായാലാണ് ഒരു ഇൻഫ്ലുവൻസർ ലെവലാവാൻ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പേരുണ്ടെങ്കിൽ പോലും എനിക്കിത്തിരി
എന്തെങ്കിലും ആൾക്കാർ നോട്ടീസ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ കൂടുതൽ ആൾക്കാർ അറിയണ ഒരു കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ചു എന്താ ചെയ്യുക, ലൈക്ക് ഒരു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മൂൺ വാക്ക് ചെയ്തിട്ട് സിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, കാരണം ലൈക്ക് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്ന് കൂട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് അറിയണ ആൾക്കാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ചെറിയുള്ള എൻ്റെ ഉള്ളിലെ തീ ആളി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് ചോദിച്ചത്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളി കത്താൻ പോണ തീ അണച്ചു വിട്ട പോലെ ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞത് ലൈക്ക് അത് ഒരിക്കലും ചെയ്യല്ല, അതൊക്കെ ഭയങ്കര മോശമാണ്, നീ ഒരു പ്രൊഫഷണലാണ്, നീ ഒരു സ്റ്റേജിൻ്റെ മേലെ നിൽക്കണ ആ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ആൾക്കാർ പറയണത് ഒരു ചില്ലറക്കാരല്ല, അത് അവർക്ക് അങ്ങനെ ഇൻസൾട്ടായി തോന്നിയ സർട്ടിഫിക്കറ്റ് തിരിച്ച് മേടിച്ചുള്ള നാർക്കിടെ അറിയിച്ചോട്ട് പറഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കത് ശരിയായി തോന്നി. പക്ഷേ ഞാൻ എൻ്റെ ക്യാരക്ടറിനോട് ഞാൻ ഭയങ്കര പ്രൗഡ്ഫുള്ളാണ്. ഈ പ്രൗഡ്ഫുൾ ക്യാരക്ടർ എനിക്ക് എൻ്റെ സക്സസിൽ നിന്ന് കിട്ടിയതല്ല, ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് അല്ലെങ്കിൽ പെയിൻഫുൾ മൂമെൻറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഇരുന്ന് ആലോചിച്ചു, ലൈക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കോഴ്സാണ്, എനിക്ക് വെറുതെ ആരും വഴിപോക്കനായിട്ട് തന്നതല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് കിട്ടേണ്ട സാധനമാണ് സർട്ടിഫിക്കറ്റ്. അത് ഞാൻ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആരുടെ പ്രൈവസിയിൽ ഇടപെടാതെ ആരുടെ നേരത്തൊന്നും തൊടാതെ ഹേർട്ട് ചെയ്യാതെ ഞാൻ ചെയ്യുന്ന സാധനമാണ്. ഞാൻ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ എന്നിട്ട് സ്റ്റേജിൽ കയറി സർട്ടിഫിക്കറ്റ് മേടിച്ചു, ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈക്ക് അവർ പെട്ടെന്നൊരു ലൈക്ക് എന്നിട്ട് കാട്ടുന്നുള്ളൊരു ഇതിലായിരുന്നു. ചിരിച്ചു വെച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹം അത്ര ഡിറ്റർമിൻഡ് ആണ്. എനിക്ക് ആര് എൻ്റെ ക്യാരക്ടർ പണ്ടൊക്കെ പറഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്, പക്ഷെ എന്നാലും പണ്ടത്തെ അത്ര ഇല്ല. ഞാൻ എപ്പോഴും എന്നെ തന്നെ റിഫൈൻ ചെയ്യാൻ നോക്കും. ആ റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സ് എനിക്ക് ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ, ഞാൻ ഒറ്റപ്പെട്ട സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ എന്നെക്കുറിച്ച് അയച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോൺവെക്കേഷന് അങ്ങനെ ഞാൻ വീഡിയോ എടുത്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ നടക്കുന്ന സംഭവമാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, ഇലക്ഷനിൽ ഒരു മുണ്ടെടുത്തിട്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ പാർട്ടി അപ്പ് ചെയ്ത സിനിമയിൽ കാണുന്ന പോലെ വാർത്തകളാ മുണ്ടെടുത്താൽ നടത്തവാ, അതുപോലെ സർട്ടിഫിക്കറ്റ് ഒരു ഫോട്ടോ എടുക്കുന്ന ആൾ നടത്തവാ. ലൈക്ക് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളായി വെച്ചാൽ അവിടെ ഭയങ്കര സർവറാണ് നടക്കുന്ന പ്രോസസ്സാണത്. അപ്പോൾ അതിൻ്റെ അടുത്ത് സാധനം ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയായി, എനിക്ക് എൻ്റെ കണ്ടന്റ് കിട്ടി, വീട്ടിൽ നിന്ന് എടുത്ത് നല്ല വീഡിയോ ഇടാൻ കുറേ ലൈക്കൊക്കെ കിട്ടുമല്ലോ വിചാരിച്ചു. എന്നിട്ട് ലഞ്ച് ബ്രേക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് നിങ്ങൾ ഫൈനൽ കഴിഞ്ഞാൽ പോകുമ്പോൾ അറിയാം. അപ്പോൾ ലഞ്ചിന് ഞാൻ പോണ സമയത്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് എന്ന ഫെസിലിറ്ററിനെ നോട്ട് ചെയ്തുകൊണ്ടാണ് അറിയില്ല, ഞാൻ കണ്ടില്ല കേട്ടോ. ആളെ പാസ് ചെയ്യുന്ന സമയത്ത് പോയപ്പോൾ ഹേ ബോയ് എന്നൊരു വിളി കേട്ട്. അപ്പോൾ ഞാൻ ആരുടെ എന്നുള്ള മൈൻഡിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ, ഞാൻ എൻ്റെ കിളി എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചില്ല. ഞങ്ങളുടെ ആത്മാവ് ഇങ്ങനെ പോയിട്ട് ഇതുവരെ വന്നു എന്നുള്ളൊരു മൊമെൻ്റ് ആയി എൻ്റെ. ലൈക്ക് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ, ഈ ടോം ആൻഡ് ജെറി സീനിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ഞാൻ റബ്ബേ ഇത് എന്തിനെപ്പോൾ വിളിക്കുന്നത്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു മേടിക്കും. നമുക്കറിയാം നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ അങ്ങേയറ്റം നമുക്ക് എത്ര നെഗറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാം. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അത് ഹ്യൂമൻ നേച്ചറാണ്. അപ്പോൾ അതുപോലെ ഞാൻ റബ്ബേ പണി പാലി അതിനെ വിളിക്കണം. പക്ഷേ ആളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി കൂളാണ്, ചിരിച്ചിട്ടാണ്. അപ്പോൾ ആൾ വിളിച്ചിട്ട് ചോദിച്ചു, ലൈക്ക് അങ്ങനെ പാസ് ചെയ്തപ്പോൾ വിളിച്ചാട്ടോ, വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഉദ്ദേശിച്ചു, ഇംഗ്ലീഷിലാട്ടോ മലയാളത്തിലല്ല, എന്താ ഉദ്ദേശിച്ചത്, എന്താ അവിടെ കാട്ടിയെന്ന് ചോദിച്ചു ചിരിച്ചിട്ട് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ കുറേ പാഷനുണ്ട്, എനിക്കത് എന്തെങ്കിലും ആവുമെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു ചെയ്യുമ്പോൾ, പക്ഷെ എന്നാലും രണ്ട് കണ്ടിട്ട് ചെയ്താൽ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് ആൾ ചിരിച്ച് അപ്പോൾ ആൾ പറഞ്ഞ് എന്ത് പേടിക്കുന്ന ആവശ്യമില്ല, എൻജോയ് യുവർ ഡേ അങ്ങനെ പറഞ്ഞ ആൾ പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിച്ചത്? ഞാൻ അൺനെസസറി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒപ്പീനിയൻ മേടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നാളെ നിങ്ങളുടെ മുൻപാക്കി ചെയ്യാനൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ചെയ്യാനല്ലേ ഏതൊരു ഡ്രീം അച്ചീവ് ചെയ്യാനും സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും. നിങ്ങൾക്കൊരു ബ്ലാക്ക്നെസ് ഉണ്ടാവും, എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, ഇതൊക്കെ ലൈക്ക് എത്താൻ പറ്റുമോ എന്ന് അറിയണ ഒരു സമയത്ത് നിങ്ങൾ പല ആൾക്കാർക്ക് ഒപ്പീനിയൻ ചോദിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു മുഖമായിരിക്കും നിങ്ങളുടെ അച്ഛനമ്മയ്ക്കും അറിയണ്ടാവുക, നിങ്ങളുടെ വേറൊരു മുഖമായിരിക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് എത്രയൊക്കെ മുഖങ്ങളുണ്ടോ അതൊക്കെ അറിയുന്ന ഒരാളുള്ളൂ, അത് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കേണ്ടത് നിങ്ങളുടെ ഒപ്പീനിയൻ തന്നെ ആയിരിക്കണം, അല്ലാതെ വേറെ ആളുടെ ഒപ്പീനിയൻ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ നമ്മളെ കുറിച്ച് 10% അറിയുന്ന ഒരാളുടെ അടുത്ത്, എൻ്റെ ഇൻറ്റൻഷനെ കുറിച്ച് 10% അറിയുന്ന ഒരാളുടെ അടുത്ത് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്ക് ഉണ്ടാവാൻ പോണ ഒരു വലിയൊരു ലൈക്ക് കഴിവിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ വലിയൊരു പൊട്ടൻഷ്യൽ സംഭവത്തെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും ആളുടെ ഒപ്പീനിയൻ ഉണ്ടാവാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജീവിതത്തിൽ പഠിച്ച സംഭവമാണ്. ലൈക്ക് ഇങ്ങനെ ഡോണ്ട് ടേക്ക്, അതിന് ശേഷം എൻ്റെ അടുത്ത് ആരും അഡ്വൈസ് ചോദിച്ചാലും ഡോണ്ട് ടേക്ക് അഡ്വൈസ് ഫ്രം എനിവൺ അണ്ടിൽ ദ പേഴ്സൺ യു ആർ ഡീലിംഗ് വിത്ത് സോ മച്ച് കംഫർട്ടബിൾ വിത്ത്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു സംഭവമാണ്.
അപ്പോൾ ഇത് ഞാൻ ആ സ്ട്രഗ്ലിംഗ് മൊമെന്റിലാണ് ഞാൻ പഠിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പല സ്റ്റുഡൻസ് പറയാറുണ്ട്, ലൈക്ക് ഞാൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലൈക്ക് എനിക്ക് കുറച്ചിങ്ങനെ സ്റ്റുഡൻസ് ഇങ്ങനെ അയക്കും, ലൈക്ക് സാർ ഞാനിങ്ങനെ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്തു, പക്ഷേ അത് ഒരു പേപ്പർ ടഫ് ആയതുകൊണ്ട് തന്നെ അടുത്ത പേപ്പറിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വന്നുകൊണ്ട് എനിക്ക് ഗ്രൂപ്പ് 1 പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സെയിം സിറ്റുവേഷൻ ഞാൻ CA ഫൈനൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഞാൻ ഓഡിറ്റിംഗ് പേപ്പർ അന്ന് 4 പേപ്പർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിൽ. നല്ല ചൂട് വയർക്കിലാണ്. അന്ന് 4 പേപ്പറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 പേപ്പർ എൻ്റെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, എനിക്ക് എക്സെപ്ഷൻ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഫസ്റ്റത്തെ 2 പേപ്പർ 4 പേപ്പർ ഉണ്ട് 4 പറഞ്ഞു. അതിൽ 3ാമത്തെ പേപ്പർ ഓഡിറ്റിങ്. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്നത്. ഞാൻ നല്ല എഫേർട്ട് ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് കുറേ ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. കാരണം വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എനിക്കൊന്നും ചിലത് അച്ചീവ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ഉമ്മ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ലൈക്ക് ദേഷ്യത്തിൽ കൊടുക്കും. നമുക്ക് അങ്ങാടി തോറ്റൻ അമ്മയോട് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ലാത്ത തന്നെയാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് എനിക്ക് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് എഫേർട്ട് പഠിച്ചു. ഓഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ടഫായി. ലൈക്ക് ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എഴുതിയതിന് മാത്രമാണ് എനിക്ക് മാർക്ക് തരുന്ന ഒരു സിനാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തോക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ബട്ട് അന്നാണ് ഞാൻ ഈ ഹോപ്പ് എന്നുള്ള വാക്കിൻ്റെ, ഈ ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലർക്ക് ദൈവമായിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോപ്പ് എത്തിസ്റ്റ് ആണെങ്കിൽ ഹോപ്പായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ലൈക്ക് ഞാൻ ഓഡിറ്റിങ് ഞാൻ കരഞ്ഞു വന്ന് ഓഡിറ്റിങ്ങിൻ്റെ ഞാൻ അങ്ങനെ കരയാത്ത ആളാണ്. പക്ഷേ ഭയങ്കര സ്ട്രഗിൾ വരുമ്പോൾ നമുക്ക് ഒറ്റക്കാവുമ്പോൾ കരയാനൊന്നും മടി ഉണ്ടാവില്ലല്ലോ, ആൾക്കാരുടെ മുന്നിൽ വെച്ച് കരയാനാണ് മടി ഉണ്ടാവുക. അപ്പോൾ ഞാനന്ന് ഓഡിറ്റിങ്ങിനെ തട്ടുമ്പോഴത്ത് ചെന്നിരുന്നിട്ട് ഒരു മിനിമം 45 മിനിറ്റെങ്കിലും ഞാനിത് കണ്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ ഒരു കൊല്ലത്തെ എഫേർട്ട് ഒക്കെ വേസ്റ്റ് ആയിട്ട് വേണമല്ലോ. ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആരും കാണുന്നില്ലല്ലോ. ഞാൻ ഒരു കൊല്ലം കൊണ്ട് വർക്ക് ചെയ്ത എഫേർട്ട് 2 മണിക്കൂർ ആണല്ലോ എക്സാം. അതിൻ്റെ പെർഫോമൻസിൽ എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ എൻ്റെ ഉമ്മിപ്പി സങ്കടപ്പെടുമല്ലോ ഞാൻ തോക്കണോണ്ട്. ലൈക്ക് എൻ്റെ 2ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു അത്. പക്ഷെ എന്നാലും എനിക്ക് ഒരു ഹോപ്പ്, ലൈക്ക് എങ്ങാനും ബിരിയാണി കിട്ടിയാലും പറഞ്ഞ എങ്ങാനും ലോയിൽ എന്താണ് ഓഡിറ്റിങ്ങിൽ പാസ്സായിട്ട് ലോയിൽ തോറ്റാലും ചില ആ ഒരു എക്സാം കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. ലൈക്ക് നമ്മൾ ജയിക്കണം എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ 10 പേര് നമ്മുടെ മുന്നിൽ വെച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻഡ് ഓഫ് ദി ഡേ നീ ജയിക്കണം എന്നുള്ളത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ജയിക്കണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ലോന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പഠിച്ചു വെച്ച് റിവൈസ് ലോന് പോയി. റിസൾട്ട് വന്നപ്പോൾ സർപ്രൈസ്, ഞാൻ ഈ റിസൾട്ട് റിയാക്ഷനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാം ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ലൈക്ക് ഞാൻ ശരിക്കും നമ്മൾ ഈ കൊയമാൻ പറയില്ല അതുപോലെയുള്ള റിസൾട്ടിൻ്റെ സംഭവം വന്നപ്പോൾ. കാരണം ഓഡിറ്റിങ്ങിൽ 40 മാർക്ക്, ലോയിൽ ഫസ്റ്റത്തെ 2 എക്സംഷൻ ഉണ്ട്, ഓഡിറ്റിങ്ങിൽ 40 മാർക്ക്. അപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു എന്നെ ബാക്കി പേപ്പറിൽ എക്സംഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ബോണസ് കിട്ടിയിട്ട് പാസ്സാക്കി തന്നതായിരിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ, പേഷ്യൻസ്, കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ അന്ന് ഞാൻ ഫെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ പ്രിപ്പയർ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ലോൻ്റെ ഞാൻ തോറ്റിട്ട് ഇപ്പം ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് വരൽ പോലും ഉണ്ടാവും. ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരാം, കാരണം അത്രയും പാസ്സാവാൻ വേണ്ടി ആയിട്ടുണ്ടാവും. അപ്പോൾ പേഷ്യൻസ്, കൺസിസ്റ്റൻസി, ഈ 2 സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾ തോറ്റുപോയി, എനിക്ക് മുന്നോട്ടൊരു ജീവിതമല്ല, എന്നെ കളിയാക്കിയവർ പറഞ്ഞതാണ് ശരി, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പോഴനാണെന്ന് തോന്നിയിരിക്കണ ഒരു സമയത്ത് അവിടുന്ന് നിങ്ങൾ ഗിവപ്പ് ചെയ്യാതെ പേഷ്യൻസ്, കൺസിസ്റ്റൻസി എന്ന 2 വാക്കിന് ഭയങ്കര വില കൊടുത്തിട്ട് നിങ്ങളൊരു 2000 മീറ്റർ ഓൾറെഡി നടന്നു വന്നിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷേ ഒരു 2 അടി കൂടി നടന്നു കഴിഞ്ഞാലായിരിക്കും നിങ്ങളുടെ പ്ലാനിങ്ങിന് വലുതായിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ പ്ലാന് വരച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 അടി നടക്കന്നെ വേണം. ഇപ്പോൾ ഓഡിറ്റിങ്ങിൽ എനിക്ക് മോൺസിൽ എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ലോ ചെയ്ത സമയത്തിലേക്ക് അങ്ങനെ പാസ്സാവും സംഭവം എന്നൊക്കെ. ഇനിയിപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സിമിലർ ഒരു എക്സാം കൂടി മാറ്റിയാൻ വിട്ടാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ധൃതിയായിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു കാര്യം കൂടി പറയട്ടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ പൊക്കി പറയാനല്ല, നിങ്ങൾക്കും ഇതുപോലെ സിനാരിയോസ് വരും. നിങ്ങൾ ഒരു ലൈക്ക് എൻ്റെ ജീവിതം വേസ്റ്റ് ആയി. ഇപ്പോൾ CA എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല പറഞ്ഞു. ഇപ്പോൾ CA കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാണ്ട് അപ്പോഴും ചലഞ്ചസ് വരും. CA എന്നുള്ള സംഭവം മാത്രമല്ല നമ്മുടെ ചലഞ്ചസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രീം എത്രത്തോളം വലുതാണോ അത്രത്തോളം ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യും. കാരണം എത്രത്തോളം ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്ന അത്രത്തോളം പവർഫുൾ ആകും നമ്മുടെ ക്യാരക്ടർ. അത്രത്തോളം പവർഫുൾ ആകുമ്പോഴാണ് ആ സക്സസ്സിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ജോബിൽ നിന്ന് ഇറങ്ങി പറഞ്ഞല്ലോ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല, ലൈക്ക് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് കയറ്റാൻ പാകത്തക്കത്തിലുള്ള എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇല്ല, അങ്ങനെ വലിയ ആൾക്കാരും ഇല്ല. ഞാൻ പരാതി പറയില്ല. ഞാൻ ജോബിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ജോബിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഉപകാരം ഇല്ലെങ്കിലും കുറേ വെറുതെ ഉപദേശം തരാൻ കുറേ ഇറിറ്റേറ്റിംഗ് അയൽവാസികളുണ്ടാവും. അവരെൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ മോനെ ഇത്ര നല്ലൊരു പേയ്മെൻറ്റ് കിട്ടുന്ന ജോബിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ച്, അവനെ ഇങ്ങനെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ റിസ്ക് അല്ലേ, രക്ഷപ്പെടുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം ഞാനിതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കുള്ള മറുപടിയൊക്കെ എൻ്റെ ആക്ഷനിലൂടെ തന്നെ കൊടുക്കണം എന്നുള്ളത്.
അപ്പോൾ അത് ഞാൻ ഭയങ്കര മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതിലൊക്കെ ഞാൻ റെസ്യൂമേ അയച്ചിട്ടുണ്ട്. ലത്തീഫിന് ഞാൻ അയച്ചിട്ടുണ്ട്, അവന് ഓർമ്മ ഉണ്ടെങ്കിൽ അറിയില്ല, എന്നിട്ട് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളത്. ഞാൻ ലത്തീഫിന് കുറ്റം പറയുന്നല്ല കേട്ടോ, ലത്തീഫിനോട് സംസാരിച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിനാരിയോസ് വരും. എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടല്ല, ചൂട് കാരണമാണ്. ആദ്യം ടെൻഷനൊക്കെ പോയി. അപ്പോൾ ഞാൻ എവിടെ നിർത്തി? ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് അയച്ചു, പക്ഷെ എനിക്കൊരു സ്ഥലത്തുനിന്ന് റിപ്ലൈ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ അയൽവാസികളെ എന്നെ തളർത്തണമെന്ന് വിചാരിച്ച ആൾക്കാർ പറഞ്ഞതാണോ റബ്ബേ എൻ്റെ അവസാനം ശരിയായത്, ഞാൻ ചെയ്ത എഫേർട്ടൊക്കെ വേസ്റ്റ് ആയോ എന്നെനിക്ക് തോന്നിപ്പോയി. എന്നാലും ഞാൻ ആലോചിക്കും എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പേഷ്യൻസ് കൺസിസ്റ്റൻസി വെച്ചിട്ട് ഇനി ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടി വരുമോ, ഞാൻ നെവർ ഗീവ് അപ്പ് എന്ന് വെച്ചിട്ട് പോകേണ്ടി വരുമോ, എന്തെങ്കിലും ചെയ്യാണ്ടാവും ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഓരോ ഇങ്ങനെ വീഡിയോസും ലൈക്ക് സി റിലേറ്റഡ് കണ്ടന്റ് ഒക്കെ ഓരോന്നിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലൈക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്കൊന്നും എവിടെ നിന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയിരുന്ന എൻ്റെ ജീവിതം 3G ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഓഡിറ്റിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെ ഷോർട്ട് ആക്കിയിട്ട്. അതുപോലെ തന്നെ ഞാനൊരു ക്ലാസ്സും ക്രാഷ് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോസ്റ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ചെറിയ എമൗണ്ടിന്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു മിനിമം 10 സ്റ്റുഡൻസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 3 സ്റ്റുഡൻസാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും എനിക്ക് ലൈക്ക് ഞാൻ തോറ്റുപോയി. എന്നെ നമ്മൾ തോക്കണമെന്ന് ആഗ്രഹിച്ചവർ പറഞ്ഞവർ ജയിച്ചു എന്ന് തോന്നിപ്പോയി. എന്നാലും ഞാൻ ഇങ്ങനെ റീലിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ബട്ടൺ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ബട്ടൺ ഫോൺ ഉപയോഗിച്ചിരുന്നു, ടച്ച് ഫോണൊന്നും ഉപയോഗിച്ചിരുന്നില്ല. കാരണം എനിക്ക് സോഷ്യൽ മീഡിയ ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ക്രൈസുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഭയങ്കര ടൈം. അപ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ നമ്മുടെ നോക്കിയുടെ ബട്ടൺ ഫോൺ ഉണ്ടല്ലോ അതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ ലൈക്ക് നമുക്ക് സ്റ്റുഡൻറ്റ് ബേസ് കിട്ടാൻ ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റിലേറ്റഡ് റീൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അത് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ദൈവം വരച്ചു വെച്ച മാസ്റ്റർ പ്ലാനിൽ ഞാൻ അന്നാണ് എത്തിയത്. കാരണം അത് ഇട്ടതിന് ശേഷം ഒരു 100K വ്യൂസായി, 200 ആയി, 300 ആയി, 1 മില്യൺ ആയി, 2 മില്യൺ ആയി, പിന്നെ ലാസ്റ്റ് വരുമ്പോൾ 3 മില്യൺ വ്യൂസിലാണ് നിൽക്കുന്നത്. അതിനുശേഷം എനിക്ക് എൻക്വയറീസ് ഒരുപാട് വന്നിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത സ്റ്റുഡൻസ് 10 ആണെങ്കിലും 17 സ്റ്റുഡൻസ് ആയിട്ട് ഇന്നലെയാണ് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഞാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടൊക്കെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയാണോ നിർത്തണം എന്ന് വെച്ച് എനിക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല, എനിക്ക് മടുത്തു, എനിക്ക് ഇടാനുള്ളതൊക്കെ തീർന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ ദൈവം അത്ര ക്രൂരനൊന്നല്ല. നമുക്ക് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന മതി, ബാക്കിയുള്ളൊക്കെ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മതി. അവർക്ക് പിന്നുമൊക്കെ എൻ്റെ മക്കൾ നിസ്കാരമൊക്കെ ഭയങ്കര അടിച്ചിരിക്കുന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ രക്ഷപ്പെടണമെന്നുള്ള എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ പ്രേമിക്കുന്ന പെണ്ണിന്റെ അല്ലെങ്കിൽ പ്രേമിക്കപ്പെടുന്ന ചെക്കൻ്റെ ആദ്യ ചുംബനം കിട്ടുന്നതിലൊന്നല്ല. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ആര് പറയുന്നു? നമുക്ക് എത്ര ഡ്രീം ഉണ്ടോ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എഫേർട്ട് ഇട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറ്റും എന്ന് കാട്ടിയിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി ആ ഡ്രീം അച്ചീവ് ചെയ്തിട്ട് ഈ പറ്റുന്നവരുടെ മുന്നിൽ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ കൂടെ നെഞ്ചു വെച്ച് നടക്കുമ്പോട്ടൊരു സുഖമുണ്ട്. ആ വിജയം കണ്ടിട്ട് നമ്മുടെ അച്ഛനമ്മയും ചിരിക്കുമ്പോൾ ആ ചിരിയുടെ പിന്നിലുള്ള രഹസ്യം ഞാനാണെന്ന് അറിയുമ്പോൾ സുഖമുണ്ട്. ഇത്രയൊക്കെ അച്ചീവ്മെന്റ് അച്ചീവ് ചെയ്തിട്ട് നീ നിന്നോട് തന്നെ പറയും നീ ഒരു സംഭവമാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സുഖം, അല്ലെങ്കിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഞാനിവിടെ ഗസ്റ്റായിട്ട് നിൽക്കുന്നത്. എൻ്റെ ഇന്നത്തെ ഹാർഡ് വർക്കോ ഇന്നത്തെ ഹാർഡ് വർക്കോ 4ാമത്തെ ഹാർഡ് വർക്കല്ല. കഴിഞ്ഞ 6-7 കൊല്ലം CA ഞാൻ തുടങ്ങി, അതിൻ്റെ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഞാൻ തുടങ്ങി. അതിൻ്റെ ഒക്കെ ഒരു റിസൾട്ടാണ് ഇപ്പം കിട്ടുന്നത്. നമ്മൾ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നോവൽ എഴുതി ഒരുപാട് ലൈൻസ് എഴുതിയിട്ട് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഡ്യൂറേഷനാണ് ഈ സക്സസ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിലെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എഫേർട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ നോവൽ മൊത്തം എഴുതാൻ വേണ്ടി നമ്മൾ എടുത്ത ലൈൻസുകളായിരിക്കും. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് സക്സസ് ഉള്ളത്. നമ്മുടെ ഡ്രീം എത്ര വലുതാണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ചലഞ്ചസ് കൂടും, നമ്മുടെ സ്ട്രഗിൾസ് കൂടും, ഇൻസൾട്ട് കൂടും, പെയിൻഫുൾ എക്സ്പീരിയൻസ് കൂടും. പക്ഷെ അതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനാവണം. നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് പലരും ഉണ്ടാവും. നമുക്ക് വിഷമം വരണം, പല സിനാരിയോസും ഉണ്ടാവും. വിഷമം വരും, കരയണം, കുറ്റപ്പെടുത്തണം, സ്വയം കുറ്റപ്പെടുത്തണം. നീ തന്നെയാണ് നിന്റെ തോൽവിക്ക് കാരണം, നീ തന്നെ നിനക്കൊരു കഴിവില്ലാത്തതുകൊണ്ടാണ് നീ രക്ഷപ്പെടാത്തത്, നീ തന്നെ പറയണം. പക്ഷെ അതൊന്നും നിങ്ങളെ തളർത്താൻ വേണ്ടി ആവരുത്. ഒരു വലിയ കംബാക്കിന് വേണ്ടി വലിയൊരു ഊർജ്ജം കിട്ടാൻ വേണ്ടി ആവണം. At last, be a person where your father, mother and siblings and close friends would say, I am proud of you. Why to be normal when we can be the best? Thank you.
Thank you, Mr. C.A.